ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി സുധിയെ ജയിലിൽ നിന്ന് ഇറക്കുന്നുണ്ടല്ലോ. അന്നേരം ചന്ദ്ര കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ചന്ദ്ര പറയും, എങ്കിലും സുധി, നീ ആ മുക്കുപണ്ടം കൊണ്ടുപോയി പണയം വെക്കാൻ പോയല്ലോ, മാനക്കേടൊക്കെ എവിടെ ചെന്ന് തീർക്കുവേടാ? വെറുതെ അല്ല, നിനക്ക് ഇങ്ങനെ തന്നെ കിട്ടും. അമ്മയോട് ഒരു അക്ഷരം പറയാതെ നീ പോയതല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സുധി പറയും, അമ്മയെ ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല, എനിക്കറിയില്ലായിരുന്നു, എനിക്കൊരാൾക്ക് പണം കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അമ്മേ ശ്രുതി തന്ന മാല മുക്കുപണ്ടമാണെന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കട്ടോ. പെട്ടെന്ന് അങ്ങ് ശ്രുതിയെ ഓർക്കാണ്. എന്നിട്ട് പറയും, സച്ചി നമുക്ക് ഒരിടം വരെ പോകണം. എങ്ങോട്ടാ അമ്മയെന്ന് ചോദിക്കുമ്പം ആ മാല കൊണ്ടുവന്ന് തന്നവളുടെ വീട്ടിലോട്ട്, മീരയുടെ അടുത്തേക്ക്. അവൾക്കത് കൊടുത്തത് ശ്രുതിയാണല്ലോ, അവളെ എനിക്ക് കാണണടാ എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ സച്ചിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട്. സച്ചി വേഗം വണ്ടിയെടുത്ത് ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ വീട്ടിലോട്ട്. അങ്ങനെ നമ്മുടെ മീരയുടെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ കാറിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ മീരയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഇവർ വരുന്നതെന്ന് തോന്നും കേട്ടോ. അന്നേരം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്. അന്നേരം നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ദേഷ്യത്തിൽ നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. എനിക്കറിയായിരുന്നു ആൻറ്റി എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്ന്, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് സ്വീകരിക്കില്ലായിരുന്നല്ലോ. ആൻറ്റിക്ക് ഇപ്പോഴും എന്നോട് സ്നേഹമുണ്ടെന്നൊക്കെ പറയട്ടോ. അന്നേരം നമ്മുടെ ചന്ദ്ര പറയും, എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനുമല്ല. എനിക്ക് കൊടുത്തയച്ച ആ ഒരു ഗിഫ്റ്റിന് പകരം നിനക്കും ഞാൻ എന്തെങ്കിലും തരണല്ലോ, എന്തേ വേണ്ടേ എന്നും പറഞ്ഞ് കവിളത്തൊരൊറ്റ അടി കൊടുക്കാനാട്ടോ. എടി, നീ കൊടുത്തയച്ച ഗിഫ്റ്റ് കണ്ട ഞാൻ സന്തോഷിക്കുന്നു കരുതിയോ? നിനക്ക് വീട്ടിൽ കയറിപ്പറ്റാൻ മാത്രമല്ല എന്നെ ജയിലിൽ കയറ്റാനും കൂടി വേണ്ടിയിട്ടാണ് നീ അങ്ങനൊരു മാല കൊടുത്തു വിട്ടല്ലേടി? അയ്യോ ആൻറ്റി, ഞാൻ അങ്ങനെ ഒന്നെന്ന് പറയുമ്പോൾ സച്ചി എന്നോട് കൂടെ പറയായിരുന്നു നീ ഒരു ഫ്രോഡാണെന്ന്, അത് നീ തെളിയിച്ചുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞ് കുറേ അടി അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അയ്യോ ആൻറ്റി തല്ലല്ലേ, എന്തിനാ എന്നെ തല്ലുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം നിന്നെ ഞാൻ മനസ്സിലാക്കി തരാടി, അതിന് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് എന്നങ്ങ് പറയുമ്പോൾ, അയ്യോ ഞാനൊരു തെറ്റും ചെയ്തില്ല, ഞാൻ കൊടുത്തുവിട്ട് ഒറിജിനൽ സ്വർണം തന്നെയാണ്. ഇനി അത് മാറ്റിയത് ആരാണാവോ? മീരയാവോ? അവൾ എന്തിനാണാവോ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ആ ഒരു കള്ളത്തരം മനസ്സിലാവുന്നുണ്ട്. ചന്ദ്ര പറയും, കൂട്ടുകാരുടെ തലയിൽ ആ കള്ളം കൂടി കെട്ടിവെച്ചിട്ട് നിനക്ക് രക്ഷപ്പെടാനോ? നിന്നെ ഞാൻ വിശ്വസിക്കത്തില്ലടി എന്ന് പറഞ്ഞിട്ട് പിന്നെയും തല്ലാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ സച്ചിയും സുധിയും ഒക്കെ വരികയാണ് കേട്ടോ. അമ്മ ഇവളെ തൊട്ടാ കൈ നാറുമെന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, ഇവളൊക്കെ അനുഭവിക്കാൻ വേണ്ടി പോണേ ഉള്ളൂ, ഇവളുടെ താലി ഞാൻ പൊട്ടിച്ചളയും എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിയും ശ്രുതിയും ചേർന്ന് പിടിച്ചിട്ട് പോവാണ് കേട്ടോ. അതിനുശേഷം അവിടെ നിന്ന് കരയുന്നുണ്ട് നമ്മുടെ ശ്രുതി. ശേഷം കാണിക്കുന്നത് ഇവര് വീട്ടിലേക്ക് വരുന്നതാണ്. അന്നേരം നമ്മുടെ രവി പറയുന്നുണ്ട് കേട്ടോ, 7 ഡിഗ്രി ഒക്കെ ഉണ്ടെന്ന് എപ്പോഴും പറയുന്ന ഇവന് ആ മുക്കുപണ്ടം മനസ്സിലാക്കാൻ പോലുള്ള ബുദ്ധി ദൈവം കൊടുത്തിട്ടില്ല. എന്തിനാടാ ഇങ്ങനെ ഒരു കാര്യം നീ ആരും അറിയാതെ ചെയ്തത്? അമ്മ പറഞ്ഞത് നിന്നോട് മീരയ്ക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കാനല്ലേ, നീ എന്താ അത് ചെയ്തത്? സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു, പോലീസ് പിടിയിലാവുകയും ചെയ്തു. നീ വിചാരിക്കുന്നതേ നിന്നോടാർക്കും സ്നേഹമില്ലെന്നാ? ഞങ്ങൾക്കൊക്കെ സ്നേഹമുള്ളതുകൊണ്ടാ സച്ചി നിന്നെ വന്ന് പുറത്തിറക്കിയത് എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചിയെ നോക്കുന്നുണ്ട് കേട്ടോ സുധി. അച്ഛാ, ഒരു ഡീലർക്ക് ക്യാഷ് കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാവും, അയാൾക്ക് ക്യാഷ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല, അന്നേരം ഞാൻ കണ്ട വഴിയാണ് അച്ഛാ ഇത്, ഞാനത് മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല, എന്നോട് എല്ലാവരും ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശ്രീകാന്ത് വന്ന് പറയട്ടോ, ഏട്ടൻ എന്തിനാ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്? ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ സഹായിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയും, നിങ്ങൾ സഹായിക്കത്തൊന്നുമില്ല, എന്നെ കളിയാക്കാൻ വേണ്ടി നോക്കും, അതേ ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ.